ശ്രീമന്നാരായണീയം ദശകം 14 കപിലാവതാരം. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കപിലാവതാരത്തെ കുറിച്ച് പറയുന്നതാണ് ഈ ദശകം. കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രനായിട്ട് കപിലവാസുദേവനായിട്ട് ഭഗവാൻ അവതരിക്കുന്നതും കർദമ പ്രജാപതിക്ക് അനുഗ്രഹം നൽകുന്നതും ദേവഹൂതിക്ക് ആത്മജ്ഞാനം നൽകുന്നതുമാണ് ഈ ഒരു ദശകത്തിന്റെ ഉള്ളടക്കം. ഒന്നാമത്തെ ശ്ലോകം: സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനു പങ്കജ സംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സം അനുസ്മൃത താവകാംഗ്രിയുഗ്മ സഹ മനു പങ്കജ സംഭവാംഗജന്മ നിജം അന്തരം അന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സം അനുസ്മൃത താവകാംഗ്രിയുഗ്മ, ഭഗവാനെ മാത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് എപ്പോഴും എന്ത് ഒരു പ്രവൃത്തി ചെയ്താലും അത് ഭഗവാന് വേണ്ടിയിട്ടാണ്, ഇത് ഭഗവാൻ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് എന്നുള്ള ആ ഒരു വ്യാജേന എപ്പോഴും ഭഗവാനെ ഉള്ളിൽ, ഭഗവാന്റെ നിയോഗമാണ് ഇതെല്ലാം എന്നുള്ള ആ ഒരു വ്യാജേന ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് സം അനുസ്മൃത താവകാംഗ്രിയുഗ്മ, ഭഗവാന്റെ ആ പാദദ്വയങ്ങളെ വഴിപോലെ ധ്യാനിച്ചുകൊണ്ട് സഹമനു, ആ സ്വയംഭൂമനു, പങ്കജ സംഭവാംഗജന്മ, ബ്രഹ്മാവിൽ നിന്ന് ജന്മം കൊണ്ടതായ ആ സ്വയംഭൂമനു, ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്നും ജനിച്ചവനായ സ്വയംഭൂമനു, നിജം അന്തരം അന്തരായ ഹീനം, നിജം അന്തരം തന്റെ ആ മന്വന്തര കാലത്തെ അന്തരായ ഹീനം, അന്ന് ഉണ്ടാകാവുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും എപ്പോഴും ഭഗവാന്റെ പാദദ്വയങ്ങളെ സ്മരിച്ചുകൊണ്ട് താൻ എന്തു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും ഇത് ഭഗവാന്റെ നിയോഗമാണ് എന്നുള്ള ആ ഒരു വ്യാജേന അങ്ങനെ മനസ്സ് എപ്പോഴും ഭഗവാനിൽ തന്നെ കേന്ദ്രീകരിച്ച് അനുവർത്തിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ ആ മന്വന്തര കാലത്ത് യാതൊരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളും ഉണ്ടായില്ല എന്ന് പറയുകയാണ്. ശരീര സംബന്ധമായിട്ടോ മനസ്സംബന്ധമായിട്ടോ ദൈവസംബന്ധമായിട്ടോ പഞ്ചഭൂത സംബന്ധമായിട്ടോ ഉള്ള യാതൊരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അങ്ങനെ ചരിതം തേ കഥയൻ സുഖം നിനായ, ഭഗവാന്റെ ലീലാവിലാസങ്ങളെ, കഥകളെ ഒക്കെ അങ്ങനെ കഥിച്ചുകൊണ്ടും ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടും എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടും തന്റെ ഓരോ പ്രവൃത്തികളും അങ്ങനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടും സുഖമായിട്ട് ആ സൃഷ്ടി, തന്നിൽ നിയുക്തമാക്കപ്പെട്ടിട്ടുള്ള ആ സൃഷ്ടി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അങ്ങനെ നിർവഹിച്ചു പോന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനു പങ്കജ സംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ശ്ലോകം 2. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാചാ ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുധം സമാസിഷേവേ. സമയേ ഖലു തത്ര കർദമാഖ്യഃ ദ്രുഹിണച്ഛായ ഭവഃ തദീയവാച ധൃതസർഗരസഃ നിസർഗരമ്യം ഭഗവം ത്വാം അയുധം സമാസിഷേവേ. ഇപ്രകാരം ആ സ്വയംഭുവ മനു തന്റെ ആ പ്രജാപരിപാലന കാലത്ത്, അതാണ് സമയേ ഖലു, ആ പ്രജാപരിപാലന കാലത്ത്, തന്റെ ആ മന്വന്തര കാലത്ത്, ആ മന്വന്തരം അവസാനിക്കാറായി. ഓരോ മന്വന്തരം എന്ന് പറയുമ്പോഴും 71 ചതുർയുഗങ്ങളാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. ആ കാലഘട്ടം തീരാറായി. മനുവിന്റെ ആ മന്വന്തരം അവസാനിക്കാറായപ്പോൾ അടുത്ത അവകാശി, അടുത്ത മനുവായിട്ട് കർദമ പ്രജാപതിയെയാണ് നിയോഗിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സമയേ ഖലു തത്ര കർദമാഖ്യഃ, ആ സ്വയംഭുവ മനുവിന്റെ പ്രജാപരിപാലന കാലത്ത് ആ ബ്രഹ്മാവ് ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച, ദ്രുഹിണച്ഛായ, ദ്രുഹിണന്റെ ഛായയിൽ നിന്നും ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നും ജനിച്ച ആ കർദമാഖ്യനോട് തദീയ വാച, ബ്രഹ്മാവിന്റെ വാക്കനുസരിച്ച് ധൃതസർഗരസഃ, ആ തുടർന്നുള്ള ആ സർഗവൃദ്ധിയിൽ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിസർഗരമ്യം, സർവമനോഹരമായ നിസർഗരമ്യം ഭഗവം ത്വാം അയുധം സമാസിഷേവേ, അത്രയും മനോഹരമായിട്ടുള്ള സർവമനോഹരമായ ഭഗവാന്റെ ആ രൂപത്തെ ഉള്ളിൽ പ്രതീക്ഷിച്ചുകൊണ്ട് 10,000 സംവത്സരം അങ്ങനെ തപസ്സനുഷ്ഠിച്ചു എന്ന് പറയുകയാണ്. തുടർന്ന് ഏതൊരു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നേ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിനായിട്ട് ധ്യാനിച്ചിരിക്കുക. ബ്രഹ്മാവ് ആവശ്യപ്പെട്ടു, അടുത്ത പ്രജാപതിയായിട്ട് കർദമനാണ് ഭഗവാനെ സേവിക്കുക എന്നുള്ള ബ്രഹ്മാവിന്റെ ആജ്ഞപ്രകാരം ഭഗവാന്റെ ആ ദിവ്യ മനോഹരമായ രൂപത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് 10,000 സംവത്സരം അങ്ങനെ
ധ്യാനത്തിലിരുന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാചാം ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുധം സമാസിഷേവേ. ശ്ലോകം 3. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ ഗർദമായ. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോ ത്വം വപുരാവിഷ്കുരുഷേ വപുഹു ആവിഷ്കുരുഷേ സ്മകർത്തമായ. അങ്ങനെ 10,000 സംവത്സരം ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരുന്ന കർദമ പ്രജാപതിക്ക് ഭഗവാൻ ദർശനം നൽകുകയാണ്. അങ്ങനെ ഭഗവാൻ കൊടുത്ത ആ ദർശനം എപ്രകാരമാണ് എന്ന് വർണ്ണിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഗരുഡോപരി, ഗരുഡന്റെ തോളിലേറി, കാളമേഘ കമ്രം, കാർമേഘത്തിന്റെ ആ നിറത്തോടു കൂടിയ ആ രൂപലാവണ്യത്തോടെ, വിലസത് കേളി സരോജപാണി പത്മം, അത്രയും ചെന്താമരപ്പൂ പോലെ തുയർന്നു തൊടുത്ത ആ മനോഹരമായ തൃക്കൈകളോടും, ഹസിതോല്ലസിതാനനം, മനോഹരമായ പുഞ്ചിരിക്കുന്ന ആ സുന്ദര വദനത്തോടും കൂടിയ അല്ലയോ പ്രഭോ, ത്വം അങ്ങയുടെ വപുഹു ആ ദിവ്യ മനോഹരമായ രൂപം ആവിഷ്കുരുഷേ സ്മകർദമായ കർദമ പ്രജാപതിക്ക് കാട്ടിക്കൊടുത്തു. ഭഗവാന്റെ ആ ദർശനം കർദമ പ്രജാപതിക്ക് ഉണ്ടായി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജപാണി പത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മകർദമായ. ശ്ലോകം 4. സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രിം ദൈതാം നവാപി പുത്രി കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗ്രഹ്യ നിർഗതോഭൂത്. തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രിം ദൈതാം നവ അപി പുത്രിഃ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ച അപി അനുഗ്രഹ്യ നിർഗതഃ അഭൂ. തുവദേ, കർദമ പ്രജാപതി പെട്ടെന്ന് ഭഗവാന്റെ ആ ദർശനം ലഭിച്ചപ്പോൾ അത്രയധികം സന്തോഷത്തോടുകൂടി ആ സന്തുഷ്ടനായിട്ട് സ്തുതിഗീതങ്ങൾ ഭക്തിപൂർവം ആലപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ആ കർദമ പ്രജാപതിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുകയാണ്, ഭഗവാന്റെ നിർദ്ദേശം ഉണ്ടാകുകയാണ്. ഇപ്രകാരം ഭഗവാൻ കർദമ പ്രജാപതിയോട് പറഞ്ഞു, മനുപുത്രിം ദൈതാം, ആ ഈ മന്വന്തരത്തിന്റെ അധിപനായിട്ടുള്ള സ്വയംഭൂ മനുവിന്റെ പുത്രി നിനക്ക് ഭാര്യയായിത്തീരും. അതിൽ നവ അഭിപുത്രിഹി, അതിൽ നിങ്ങൾക്ക് 9 പുത്രിമാര് ഉണ്ടാകും. കപിലം ച സുതം സ്വമേവ, അതിനുശേഷം കപിലൻ എന്ന പേരോടുകൂടി, കപില വാസുദേവൻ എന്ന പേരോടുകൂടി ഞാൻ സ്വയം പുത്രനായിട്ട് നിങ്ങൾക്ക് ജനിക്കുന്നതാണ്. പശ്ചാത്, അനന്തരം, സ്വഗതിം ച, നിനക്ക് ആ ഗതിയെയും ആ മുക്തിയെയും പ്രാപ്തമാകും എന്ന് അനുഗ്രഹ്യ നിർഗതഃ അഭൂത് എന്ന് അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി എന്ന് പറയുകയാണ്. ആ ഭഗവാന്റെ ആ ദർശനത്താൽ അത്രയും അത്യധികം സന്തുഷ്ടനായിട്ട് സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ഇരിക്കുന്ന കർദമനെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. മനുവിന്റെ പുത്രിയായ ദേവഹൂതി ഭാര്യയായി തീരുമെന്നും അവളിൽ 9 പുത്രിമാരുണ്ടാകുമെന്നും പിന്നീട് താൻ തന്നെ കപിലവാസുദേവൻ എന്ന പേരിൽ പുത്രനായി ജനിക്കുമെന്നും കർദമന്റെ ആ അന്ത്യത്തിൽ ജീവൻ മുക്തനായി ഭവിക്കുമെന്നും പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രിം ദൈതാം നവാപി പുത്രി കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗ്രഹ്യ നിർഗതോഭൂത്. ശ്ലോകം 5. സമനുഷതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. സഹ മനു ശതരൂപയാ മഹിഷ്യ ഗുണവത്യ സുതയാ ച ദേവഹൂത്യ ഭവത് ഈരിത നാരദ ഉപദിഷ്ടഃ
സമഗാത് കർദമം ആഗതി പ്രതീക്ഷം. ഇപ്രകാരം ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ആ കർദമ പ്രജാപതി തന്റെ ആശ്രമത്തിൽ തിരിച്ചെത്തി. ആ സമയം ഭഗവാൻ നിർദ്ദേശിച്ചതനുസരിച്ച് നാരദ മഹർഷി സ്വയംഭുവ മനുവിന്റെ സമക്ഷം എത്തിച്ചേർന്ന് തന്റെ പുത്രിയെ കർദമ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നു. ഭവത് ഈരിത നാരദ ഉപദിഷ്ടഃ. ഭഗവാന്റെ ഈരിതം അനുസരിച്ച് നാരദന്റെ ഉപദേശപ്രകാരം ദേവഹൂതിയെ കർദമന് വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് കാര്യകാരണ സഹിതം പറഞ്ഞു ബോധ്യപ്പെടുത്തി. അത് മനസ്സിലാക്കിയ സ്വയംഭുവ മനു, അതാണ് സഹമനു, ആ സ്വയംഭുവ മനു ശതരൂപയാ മഹിഷ്യ, തന്റെ പട്ടമഹിഷിയായ തന്റെ ഭാര്യയായ ശതരൂപയുമായിട്ട് ഗുണവത്യ സുതയാ ച ദേവഹൂത്യ, ഗുണവതിയായ സുശീലയായ സുന്ദരിയായ തന്റെ ദേവഹൂതി എന്ന മകളോടൊത്ത് കർദമം ആഗതി പ്രതീക്ഷം, ഇവരുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കർദമന്റെ ആശ്രമത്തിലേക്ക് സമഗാത് എത്തിച്ചേർന്നു. സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യ ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. ശ്ലോകം 6. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. മനുനാം ഉപഹൃതാം ച ദേവഹൂതിം തരുണീരത്നം അവാപ്യ കർദമഃ അസൗ ഭവത് അർച്ചന നിർവൃതഃ അപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. മനുനാം ഉപഹൃതാം ച ദേവഹൂതിം, മനുവിനാൽ, സ്വയംഭുവ മനുവിനാൽ ഉപഹൃതം, അതായത് ദാനം, കന്യാദാനം ചെയ്യപ്പെട്ട ദേവഹൂതി എന്ന തരുണീരത്നം അവാപ്യ, ആ സ്ത്രീരത്നത്തെ സ്വീകരിച്ചിട്ട് ആ കർദമ പ്രജാപതി ഭവദർച്ചന നിർവൃത 10,000 സംവത്സരക്കാലം അങ്ങനെ ഭഗവാനിൽ തന്നെ മനസ്സ് അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന കർദമ പ്രജാപതിക്ക് ലൗകികമായിട്ടുള്ള ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വീണ്ടും ഭഗവാനെ പൂജ ചെയ്തുകൊണ്ട് തന്നെ കാലം കഴിച്ചു. ദൃഢ ശുശ്രൂഷണയാ, ആ ദേവഹൂതി തന്റെ കർത്തവ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യാതൊരു പരിഭവമില്ലാതെ നിർവ്യാജമായി അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടേ ഇരുന്നു. അത് കണ്ടിട്ട് കർദമ പ്രജാപതിക്ക് സന്തോഷമുണ്ടായി എന്ന് പറയുകയാണ്. അതാണ് ദദൗ പ്രസാദം. അങ്ങനെ കർദമ പ്രജാപതി അവളിൽ സന്തുഷ്ടയായി. അങ്ങനെ മനുവിനാൽ കന്യാദാനം ചെയ്യപ്പെട്ട ദേവഹൂതി എന്ന ആ തരുണീരത്നത്തെ ലഭിച്ച കർദമ പ്രജാപതി ഭഗവാന്റെ ആ പൂജയിൽ തന്നെ തൽപരനായതുകൊണ്ട് വിഷയാദികളിൽ നിന്നൊക്കെ അങ്ങ് വിരക്തനായിട്ട് തീർന്നു. അത് എന്നിരുന്നാലും ദേവഹൂതിയാകട്ടെ അവളുടെ നിസ്വാർത്ഥമായിട്ടുള്ള ആ ഒരു അർപ്പണബോധത്തോടെയുള്ള ശുശ്രൂഷ അത് കർദമനെ സംപ്രീതനാക്കി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. ശ്ലോകം 7. സ പുനസ്തുതുപാസന പ്രഭാവാത് ദൈതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലേ നവാത്മാ വിഹരദ്ദേവപദേഷു ദേവഹൂത്യ. സഹ പുനഃ ത്വത് ഉപാസന പ്രഭാവാത് ദൈതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലഃ നവാത്മാ വിഹരദ്ദേവപദേഷു ദേവഹൂത്യ. പുനഃ പിന്നീട് സഹ ആ കർദമ പ്രജാപതി ത്വതുപാസന പ്രഭാവാത് അങ്ങയുടെ ഉപാസന കൊണ്ടുള്ള തപോബലത്താൽ, ആ ഭക്തി വൈഭവ ബലത്താൽ ദൈതാ കാമകൃതേ തന്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം കൃതേ വിമാനെ ഒരു വിമാനം നിർമ്മിച്ച് വനിതാകുല സങ്കുലഹ വനിതാകുലത്തോടൊപ്പം, അതായത് തന്റെ ഭാര്യയെ സേവിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് തോഴിമാരായിട്ട് അനേകം സ്ത്രീകളെയും കൂട്ടിക്കൊണ്ട് നവാത്മാ നവരൂപം സ്വീകരിച്ച് വിഹര ദേവപദേഷു ദേവപദങ്ങളിലൂടെ സഞ്ചരിച്ചു. ദേവഹൂതിയോടൊന്നിച്ച് ആ ദേവപദങ്ങളിലൂടെ സഞ്ചരിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സ പുനസ്തുതുപാസന പ്രഭാവാത് ദൈതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലേ നവാത്മാ വിഹരദ്ദേവപദേഷു ദേവഹൂത്യ.
ശ്ലോകം 8. ശതവർഷമദവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപ വനയാന സമുദ്യതോപി കാന്താഹിതകൃത് ത്വജ്ജനനോത്സുകോന്യവാസീത്. ശതവർഷം അഥ വ്യതിത്യ സഹ അയം നവകന്യാഃ സം അവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതഃ അപി കാന്താഹിതകൃത് ത്വജ്ജനന ഉത്സുകഃ ന്യവാസീത്. അങ്ങനെ നവ യൗവനമാർന്ന ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ദേവഹൂതിയുമായിട്ട് കർദമ പ്രജാപതി വ്യത്യസ്തങ്ങളായിട്ടുള്ള 9 രൂപങ്ങൾ കൈക്കൊണ്ട് ഓരോ ഉദ്യാനങ്ങളിലും ഇങ്ങനെ വളരെ കാലം അവളോടൊത്ത് രമിച്ച് വസിച്ചു. അങ്ങനെയിരിക്കെ അതാണ് ശതവർഷം വ്യതിത്യ സഹ അയം. അങ്ങനെ ദേവഹൂതിയുമായിട്ട് സന്തോഷത്തോടു കൂടി 100 വർഷം ഇപ്രകാരം ദേവോദ്യാനങ്ങളെ ക്രീഡിച്ച് കാലം കഴിച്ചുകൊണ്ടിരിക്കവേ ധന്യരൂപാഹ സുന്ദരികളായിട്ടുള്ള നവകന്യാഹ 9 കന്യകമാരും അവാപ്യ നേടിയിട്ട് അതിനിടയിൽ അവർക്ക് 9 പുത്രിമാരും ജനിച്ചു. അങ്ങനെ അവർ വീണ്ടും തിരിച്ച് ആശ്രമത്തിൽ എത്തുകയാണ്. അങ്ങനെ തിരിച്ചു വന്ന കർദമ പ്രജാപതിക്ക് വീണ്ടും തപസ് ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹം, വനത്തിലേക്ക് പോകണമെന്നുള്ള ആ ആഗ്രഹം പറഞ്ഞപ്പോൾ കാന്താഹിതകൃത്ത് ആ കാന്തയുടെ തന്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം ത്വജ്ജനന ഉത്സുകഃ ഭഗവാനെ അങ്ങയുടെ ജനനത്തിനു വേണ്ടി അങ്ങ് എപ്പോഴാണ് പുത്രനായിട്ട് പിറക്കുന്നത് ത്യാകാംക്ഷയോടെ അങ്ങനെ ന്യവാസീത് കാത്തിരിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. ദേവഹൂതിയുടെ സന്തോഷത്തിനായിട്ട് 100 വർഷം ഇപ്രകാരം ആ പല പല ദേവോദ്യാനങ്ങൾ കൂടി ക്രീഡിച്ച് അങ്ങനെ കാലം കഴിക്കുന്ന അവസരത്തിൽ 9 പുത്രിമാരുണ്ടായി. അതിനുശേഷം എല്ലാം മതിയാക്കി വീണ്ടും തിരിച്ച് ആശ്രമത്തിലേക്ക് വന്ന് വനത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ച കർദമ പ്രജാപതിയോട് കാര്യകാരണങ്ങൾ പറഞ്ഞ് ദേവഹൂതി വനയാത്രയെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ ഭഗവാന്റെ ആ അവതാരത്തിനായിട്ട് ത്യാകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ശതവർഷമദവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപ വനയാന സമുദ്യതോപി കാന്താഹിതകൃത് ത്വജ്ജനനോത്സുകോന്യവാസീ. ശ്ലോകം 9. നിജഭർതൃഗിരാ ഭവന്നിഷേവ നിരതായാമദേവദേവഹൂത്യാം കപിലസ്ത്വമജായതാ ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജ ഭർതൃഗിര ഭവന്നിഷേവ നിരതായാം അഥ ദേവഹൂത്യാം കപിലഃ ത്വം അജായത ജനാനാം പ്രദയിഷ്യൻ പരമാത്മ തത്വവിദ്യാം. നിജ ഭർതൃഗിര തന്റെ ഭർത്താവിന്റെ വാക്കനുസരിച്ച് ഭവന്നിഷേവ നിരതായാം, അതായത് ഭഗവാനാണ് അവതരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നിനക്ക് കൂടുതൽ ഭക്തിയും ആ നൈർമല്യവും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദേവഹൂതി ഭഗവാനിൽ അത്യധികമായിട്ട് ഭക്തി വിശ്വാസങ്ങൾ അർപ്പിച്ച് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കവേ ദേവഹൂതിയിൽ ഭഗവാൻ കപിലനായിട്ട് പിറവിയെടുക്കുകയാണ്. അതാണ് പറയുന്നത്. അങ്ങനെയുള്ള ദേവഹൂതിയിൽ കപിലഃ ത്വം അജായത, കപിലനായിട്ട് ഭഗവാൻ അവതരിച്ചു. ജനങ്ങൾക്ക് പരമാത്മതത്വവിദ്യാം, പരമാത്മ വിഷയമാകുന്ന ആ തത്വവിദ്യയെ പ്രദർശിപ്പിക്കുവാനായിട്ട് കപിലൻ എന്ന പേരിൽ, കപിലവാസുദേവൻ എന്ന പേരിൽ ഭഗവാൻ അവതാരം കൊണ്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. നിജ ഭർതൃഗിരാ ഭവന്നിഷേവ നിരതായാമദേവദേവഹൂത്യാം കപിലസ്ത്വമജായതാ ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. ശ്ലോകം 10. വനമേയുഷി കർദമേ പ്രസന്നേ മദസർവസ്വമുപാദിശൻ ജനന്യേ കപിലാത്മകവായുമന്ദിരേശ തുരിതം ത്വം പരിപാഹി മാംഗദൗഘാത്. വനമേയുഷി കർദമേ പ്രസന്നേ മദസർവസ്വം ഉപാദിശൻ ജനന്യേ കപിലാത്മക വായുമന്ദിരേശ തുരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. അങ്ങനെ കർദമ പ്രജാപതിയുടെ ദൗത്യങ്ങളെല്ലാം കഴിഞ്ഞു. തൻ്റെ പുത്രിമാരെയെല്ലാം വിവാഹം ചെയ്തു കൊടുത്തു. ബ്രഹ്മാവിന്റെ പുത്രന്മാരായിരിക്കുന്ന മാരീചി മുതലായ മഹർഷിമാർക്ക് തൻ്റെ 9 പുത്രിമാരെയും വിവാഹം ചെയ്തു കൊടുത്തു. അതിനുശേഷം അതിനു മുമ്പേ തന്നെ
കപിലാവതാരത്തിന് മുമ്പേ തന്നെ ഭാര്യയ്ക്ക് ഭഗവാനെ ആശ്രയിച്ച് ആ ഭക്തി വർദ്ധിപ്പിക്കുവാനുള്ള ആ ഒരു നിർദ്ദേശവും കൊടുത്തിരുന്നു. അങ്ങനെ കപിലന്റെ അവതാരവും കഴിഞ്ഞു. ദേവഹൂതിയെ മകനെ ഏൽപ്പിച്ചിട്ട് വനത്തിലേക്ക് യാത്രയായി. അവിടെ വെച്ച് തന്നെ ഭഗവാനിൽ ചേരുകയും ചെയ്തു. അതിനുശേഷം ദേവഹൂതി തന്റെ പുത്രനോട് ആവശ്യപ്പെട്ട പ്രകാരം തന്റെ ഈ ജീവിതത്തിൽ ഇനിയുള്ള കാലം എന്താണ് എന്നുള്ള ആ ഒരു ചോദ്യത്തിനായിട്ടാണ് ആ തത്വവിദ്യ, ആ സാഖ്യയോഗം എന്ന് പറയുന്ന ആ ഒരു തത്വവിദ്യയെ കപിലദേവൻ അമ്മയ്ക്കായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉപദേശിച്ചു കൊടുത്ത അല്ലയോ ഭഗവാനെ കപിലാത്മക വായുമന്ദിരേശ, എൻ്റെ രോഗങ്ങളിൽ നിന്നും എത്രയും വേഗം എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂർ ഈ ഒരു ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദശകത്തിൽ ആ സാഖ്യയോഗജ്ഞാനമാണ്, ആ തത്വവിദ്യയാണ്, കപിലദേവൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അടുത്ത ദശകത്തിൽ നമുക്ക് കപിലോപദേശം കേൾക്കാം. വനമേയുഷികർദമേ പ്രസന്നേ മദസർവസ്വമുപാദിശഞ്ജനന്യേ കപിലാത്മകവായുമന്ദിരേശ തുരിതം ത്വം പരിപാഹി മാംഗദൗഘാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.